ഈ KVS ഹരിദാസ്, സ്വാതന്ത്ര്യത്തിന് സ്വന്തമായിട്ട് സംഘപരിവാറിനും RSSനും ഒരു രാഷ്ട്രീയ ചരിത്രം ഇല്ലാത്തതുകൊണ്ടാണോ പുതിയ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും യഥാർത്ഥ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഒക്കെ അയോധ്യയെ മുൻനിർത്തി ആലോചിച്ച് തുടങ്ങുന്നത്? KVS ഹരിദാസ്. അല്ല അരുൺ, ഞാൻ ഈ സംവാദത്തെക്കുറിച്ച് ഒരു വിദ്യാഭ്യാസപരമായ ഒരു വിലയിരുത്തലിന് ശ്രമിക്കണം എന്നാണ് ആദ്യമായിട്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കുറച്ച് ചരിത്രത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണണം. രാമക്ഷേത്രം ഇവിടുത്തെ കോടാനുകോടി ഹിന്ദുക്കളുടെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ പ്രശ്നം കൂടിയായിരുന്നു. അതിന് ഇനി വേറൊരു സാക്ഷ്യപത്രം ഇന്നിപ്പോൾ അവതരിപ്പിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രാമക്ഷേത്രത്തിന് വേണ്ടി ഇന്ത്യയിൽ നടന്നിട്ടുള്ള പ്രക്ഷോഭങ്ങളുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അതിന് പിൽക്കാലങ്ങളിൽ ഈ 1980-കൾക്ക് ശേഷം 2024 വരെ നടന്നിട്ടുള്ള സംഭവ വികാസങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. അത് ഈ രാജ്യത്തെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വികാരം കണക്കിലെടുക്കാതെ പറ്റുമോ? അതവിടെ നിൽക്കട്ടെ. 1947 നമുക്ക് രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്, ശരിയാണ്. ആ സമയത്ത് നമ്മൾ മുഴുവൻ വൈദേശിക ചിന്തകളിൽ നിന്നും വൈദേശിക ആധിപത്യത്തിൽ നിന്നും മോചനം നേടിയോ? ആ മോചനം നേടണം എന്നുള്ള ചിന്ത അന്ന് നെഹ്റുവിൻ്റെ സർക്കാരിന് ഉള്ളിൽ പോലും ഉണ്ടായിരുന്നില്ലേ? 1947 നവംബറിൽ ജുനഗഡിലെ ഷെയ്ഖ് പാകിസ്ഥാനിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ 4-5 ദിവസത്തിനകം സർദാർ പട്ടേൽ സോമനാഥത്തിൽ പോയിട്ട് ആ ശിവലിംഗം ഇരുന്ന സ്ഥലത്ത് ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് സർദാർ പട്ടേൽ പറഞ്ഞത് എന്താ? ഈ സ്വാതന്ത്ര്യം പൂർണ്ണമാവണമെങ്കിൽ സോമനാഥത്തിലെ വിദേശ അക്രമിയായ മുഹമ്മദ് ഗസ്നി തകർത്ത ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണം നടക്കണമെന്നാണ്. അതിന് അദ്ദേഹം മന്ത്രിസഭയിൽ ആ പ്രപ്പോസൽ കൊണ്ടുവന്നു. പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ ഗവൺമെൻറ് അതിന് അനുമതി നൽകി. ഇന്ന് സോമനാഥത്തിൽ നമ്മൾ കാണുന്ന മഹാക്ഷേത്രം അത് നിർമ്മിച്ചത് ഇന്ത്യ ഗവൺമെൻറ്റാണ്, നെഹ്റു സർക്കാരാണ്. അതിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ അന്നത്തെ രാഷ്ട്രപതി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തതും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ തെറ്റുതിരുത്തൽ പ്രക്രിയ 47 മുതൽ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. അത് ചരിത്രമാണ്. അയോധ്യയിലെ ഏറ്റവും അവസാനത്തെ ഇന്ത്യയുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നുള്ളത്, ട്രൂ ഇൻഡിപെൻഡൻസ് എന്നുള്ളത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോട് കൂടിയാണ് എന്നുള്ള രാഷ്ട്രീയ നിർവചനത്തിന്റെ സാങ്കത്യം എന്തെന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ അരുണെ അതിലേക്ക് വരാം. ഞാൻ പറഞ്ഞത് ഒരു സ്വാതന്ത്ര്യം മാത്രമല്ല, ഈ വിദേശ അധിനിവേശത്തിൽ നിന്ന് വിദേശ അക്രമം സൃഷ്ടിച്ച ഒരു ബോധമുണ്ടല്ലോ, അതിൽ നിന്ന് കൂടി രാജ്യം മോചിതമാകേണ്ടതുണ്ട്. ആ ബോധം നരേന്ദ്രമോദി ഗവൺമെൻറ്റിനുണ്ട്. ഗവൺമെൻറ് സ്വീകരിച്ച ഓരോ നടപടികളും, ഇപ്പോൾ ഇന്ത്യക്കൊരു പുതിയ പാർലമെൻറ്റ് മന്ദിരം വന്നു. അതിന് പഴയ മന്ദിരത്തിന് പോരായ്മകൾ ഉള്ളത് കൊണ്ട് മാത്രമല്ല, അതൊരു വിദേശ നിർമ്മാണത്തിൻ്റെ പ്രതീകമാണ്, വിദേശാധിപത്യത്തിൻ്റെ പ്രതീകമായതുകൊണ്ടാണ്. ഡൽഹിയിലൊരു വാർ മെമ്മോറിയൽ കൊണ്ടുവന്നു. അതെന്തുകൊണ്ടാണ്? നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും ധീരദേശാഭിമാനിമാരുടെയും യുദ്ധ പോരാളികൾക്കും ഒക്കെ ഉള്ള ഒരു സ്മാരകമായിട്ട് കൊണ്ടുവന്നതാണ്. അതുപോലെ പലതും. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ മറ്റൊരു ഉദാഹരണമാണ് ദേശീയ വിദ്യാഭ്യാസ നയം. ഇത് ഞങ്ങളുടെ ഒരു കർമ്മ പദ്ധതിയുടെ ഭാഗമാണ്, ഞങ്ങളുടെ ചിന്താസരണിയുടെ ഭാഗമാണ്. അതിൽ ഞങ്ങൾക്ക് ഒരു കുറ്റബോധവുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇത്തരത്തിലുള്ള മാറ്റം രാജ്യത്തുണ്ടാകണം. അത് അയോധ്യയിലെ രാമക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഒരു ദേവാലയത്തിന്റെ പ്രാണപ്രതിഷ്ഠ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് തുല്യമാണ് എന്ന സന്ദേശം കൊടുക്കുന്നത് ആ മതേതര ഭരണഘടനയോടുള്ള വെല്ലുവിളിയല്ലേ? അതെല്ലാ വിഭാഗത്തിലുള്ള ജാതി മത വിഭാഗത്തിലുള്ള മനുഷ്യർക്കും അവരുടെ ആരാധനാലയങ്ങൾ നിർമ്മിക്കാനും ആ ആരാധനാലയങ്ങളിൽ പ്രതിഷ്ഠ നടത്താനും അതിൽ വിശ്വസിക്കാനുമുള്ള അവകാശമുള്ളൊരു നാട്ടിൽ എന്ത് പ്രത്യേകതയാണ് ആ അർത്ഥത്തിൽ അയോധ്യയ്ക്കുള്ളത് മറ്റേതെങ്കിലും ആരാധനാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി? അപ്പോൾ അവിടെ പ്രാണപ്രതിഷ്ഠയിൽ സ്വാതന്ത്ര്യം തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ റദ്ദാക്കി കളയുന്നത് കൊളോണിയൽ ആധിപത്യത്തിനെതിരെ ജീവനും ചോരയും കൊടുത്ത് പോരാട്ടം നടത്തിയ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ധീരചരിത്രത്തെയല്ലേ KVS ഹരിദാസ്? സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തെയോ അതിൽ പങ്കെടുത്ത പോരാളികളെ ഒന്നും ആരും മറക്കുകയല്ല.
അവർ നേടിയ രാഷ്ട്രീയ ആ ഒരു സ്വാതന്ത്ര്യമുണ്ടല്ലോ, അത് നമുക്ക് നൽകിയിട്ടുണ്ട്. 47 ഓഗസ്റ്റ് 15 മുതൽ ഇന്ത്യ സ്വതന്ത്രമാണ്. 47 ഓഗസ്റ്റ് 14 ഇന്ത്യ വെട്ടിമുറിച്ചു മതത്തിൻ്റെ പേരിൽ, അതും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഞങ്ങളൊക്കെ അഭിമാനത്തോടെ കാണുന്നത് ഈ പാശ്ചാത്യ അല്ലെങ്കിൽ വിദേശ ആധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ മുഗള ആക്രമണത്തിൻ്റെ ഒക്കെ പ്രതീകങ്ങളായിട്ട് നിലകൊള്ളുന്ന കുറേ സ്മാരകങ്ങളുണ്ട്. അതിൻ്റെ വേദന ഭൗതികമായിട്ടുള്ള കാര്യങ്ങളല്ലേ കെ വി എസ് ഹരിദാസ്? നോക്കൂ, നമുക്ക് സ്വന്തമായൊരു ഭരണഘടന വന്നു, ഡൊമിനിയൻ സ്റ്റാറ്റസ് മാറി, ഒരു സോവറിൻ രാജ്യമായി നമ്മുടെ രാജ്യം മാറി. അതല്ലേ അങ്ങ് ഉദ്ദേശിച്ച് രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്നുള്ളത്? സോവറിനിറ്റി, രാഷ്ട്രീയ പരമാധികാരം ഇന്ത്യക്ക് കിട്ടി. ഞാൻ അങ്ങോട്ട് നേരിട്ട് ചോദിക്കാം, ഒരു BJP പ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു സംഘപരിവാർ പ്രവർത്തകൻ എന്ന നിലയിൽ, ശ്രീ കെ വി എസ് ഹരിദാസ്, ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തിൽ താങ്കൾ അഭിമാനിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊക്കെ നേടിയ സ്വാതന്ത്ര്യമാണത്, ഇന്ത്യയുടെ അഭിമാന മുഹൂർത്തമാണത്, സംശയമില്ല. പക്ഷേ അതിനേക്കാൾ വലുതാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠ. 500 വർഷം വിദേശാധിപത്യത്തിൻ്റെ പ്രതീകമായിട്ട് അവിടെ രാമലാല ഒരു താൽക്കാലിക ഷെഡിൽ കടന്നത് നമ്മൾ ഓർക്കണം. Debate with Dr. Arun Kumar.